പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ അതീവ ജാഗ്രതയിൽ ഇന്ത്യ. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം വേണമെന്നുള്ളതാണ് നിർദ്ദേശം. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇന്ത്യയുടെ നിലപാട് എന്തത് എന്ന് സംബന്ധിച്ച് അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയ ഇടങ്ങളിലുമൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രശ്നപരിഹാരം ചർച്ചയിലൂടെ എന്നുള്ളതാണ് ഏത് യുദ്ധമുഖത്തും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അത് ആവർത്തിച്ചിരിക്കുന്നു. ഇസ്രായേലുമായി എപ്പോഴാണ് ആശയവിനിമയം ഉണ്ടായത്? മാധു, ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ UAE ഭരണാധികാരിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചത്. പ്രധാനമായും കേന്ദ്ര സർക്കാരും ഒപ്പം മോദിയും ഇപ്പോൾ ആഹ്വാനം ചെയ്ത സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ്. ചർച്ചകൾ ആരംഭിക്കുക, അതോടൊപ്പം തന്നെ ശത്രുത അവസാനിപ്പിക്കുക, ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നാണ് ഇന്ത്യയുടെ ഒരു നയം. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം എന്ന് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നലെ കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വിശദമായി തന്നെ പശ്ചിമേഷ്യയിലെ എല്ലാ സാഹചര്യങ്ങളും പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കൃത്യമായി തന്നെ ഇന്ത്യക്കാരുടെ അടക്കം അവസ്ഥകൾ പരിശോധിക്കുകയും ഒപ്പം വിദ്യാർത്ഥികളുടെ അടക്കം സാഹചര്യങ്ങൾ അവിടെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരെ മടക്കിയെത്തിക്കേണ്ട സാഹചര്യം അടക്കം വിലയിരുത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. അതാത് വകുപ്പുകൾക്ക് എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും, പ്രത്യേകിച്ച് പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ സംഘർഷം ഇനിയും ഇതേപടി തുടരുന്നത് ഒട്ടും ലോകരാജ്യങ്ങൾക്കും ഒപ്പം ഇന്ത്യക്കും ഒന്നും ഗുണം ചെയ്യില്ല നിലപാട് ഇന്ത്യക്കുണ്ട്. എന്തായാലും അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എത്രയും വേഗം സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങിയെത്തുക എന്ന് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതേസമയം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർണേയ് വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഇന്ത്യ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇറാൻ ഇന്ത്യയുടെ എക്കാലത്തെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. അത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ്, തലവൻ കൊല്ലപ്പെട്ടിട്ടും അതിലൊരു നിലപാട് ഇതുവരെ ഇന്ത്യ വ്യക്തമാക്കാത്തതിൽ ഇന്ത്യക്കകത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം ഭാഗത്ത് വലിയ വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വിമർശനം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ദുർബലമായ വിദേശ നയം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ വിമർശനം രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ സാഹചര്യം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ അടക്കം അവരുടെ അടക്കം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നതാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങിയെത്താനുള്ള ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകൾ ഉണ്ടാകണം എന്നാണ് ഈ രാജ്യങ്ങളോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശത്രുത അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിൽ എത്തിക്കൊണ്ട് നിലവിലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന് ഇന്ത്യ ആഹ്വാനം ചെയ്യുകയാണ്. മാധു.